പല ആളുകൾക്കുമുള്ളൊരു സംശയം കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കാൻ അനുവാദമുണ്ടോ എന്നുള്ളതാണ്. മഹാനായ പണ്ഡിതൻ ഇമാം നവവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ഷറഹുൽ മുഹദ്ദബിൽ ഓർമ്മപ്പെടുത്തുന്നു, അസ്സുന്നത്തു അൻ യുഅ്ദിന ഫി ഉദിനിൽ മൗലൂദി, ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെടും. പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലത്തെ ചെവിയിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൂടി കൊടുക്കണം എന്നുള്ളത് പുരോഹിത സൃഷ്ടിയും ഇസ്ലാമിൽ ഇല്ലാത്തൊരു വിദ്അത്തായ കാര്യം കൂടിയായിട്ടാണ് ഇസ്ലാമിക ചരിത്രം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി പിറന്നാൽ നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഈ ദീനിന്റെ പ്രമാണങ്ങളിലേക്ക് നാം തട്ടിച്ചു നോക്കുമ്പോൾ അത് അനാചാരങ്ങളാണ്. പക്ഷേ കാലങ്ങളുടെ പഴക്കമുണ്ട് ഈ അനാചാരങ്ങൾക്ക്. അനാചാരങ്ങൾ ആചാരങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പ്രചരിക്കപ്പെട്ടിരിക്കുന്നു, അതിന് പ്രചണ്ഡമായ പ്രചാരണം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ആ രംഗത്ത് നമ്മൾ ദീനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടി പിറന്നാൽ ആദ്യം നാം ചെയ്യുന്നത് കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ഒരു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള ശരിതെറ്റുകൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിന്റെ ശരിതെറ്റുകൾ റസൂലിൽ നിന്ന് നിങ്ങൾ പഠിക്കിൻ, ഹദീസുകൾ നിങ്ങൾ പരിധി നോക്കിൻ. ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ദുർബലമാണ്. ബാങ്ക് വിളിക്കാനോ ഇഖാമത്ത് വിളിക്കാനോ ഒരു കുട്ടി ജനിച്ചാൽ ഇസ്ലാമിൽ അതിന് ഹദീസിന്റെയോ തെളിവിന്റെയോ പിൻബലമില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ആദ്യകാലം മുതൽ ഇതുവരെയുമുള്ള പണ്ഡിതന്മാരൊക്കെ മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വീകരിച്ചു പോകുന്നത് അത് സ്വഹീഹ് അല്ല എന്ന് പറഞ്ഞവർ പോലും എന്നാലും അത് ഒരു ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പൊതുവെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ രൂപത്തിലേക്ക് അതിനാരും പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം അടക്കമുള്ളവരൊക്കെ ഇത് പരാമർശിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിമിന് ഗ്രന്ഥമുണ്ട്, പിന്നെ തുഹ്ഫത്തുൽ മൗലൂദ് ഫി അഹ്കാമിൽ മൗലൂദ് എന്ന പേരിൽ ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം എഴുതിയ ഗ്രന്ഥമാണത്. അവർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് തുഹ്ഫത്തുൽ മൗലൂദ്, സ്നേഹ സമ്മാനം ഫി അഹ്കാമിൽ മൗലൂദ്, കുട്ടിയുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളിലുള്ള സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കുട്ടി ജനിച്ചത് മുതലുള്ള ഓരോ ഘട്ടവും ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ തെളിവ് സ്ഥാനത്ത് ചർച്ച ചെയ്ത ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മൗലൂദ്. ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ, അതേപോലെ വ്യത്യസ്തമായ പണ്ഡിതന്മാർ അവരൊക്കെ ഗ്രന്ഥങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബിദ്അത്താണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞുതരാം, അനാചാരമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ സ്ഥിരപ്പെട്ടതല്ല എന്ന് പറഞ്ഞവർ അത് പ്രകാരം അമൽ ചെയ്യാവതല്ല, സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞവർ അത് പ്രകാരം അമൽ ചെയ്യാം എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെ ഏറി വന്നാൽ നമുക്ക് ഹദീസ് ദുർബലമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്ത് സുന്നത്തില്ല എന്ന് പറയാം. സുന്നത്താണ് എന്ന് പറയാൻ മാത്രം നമുക്ക് വകുപ്പില്ല. എന്നാൽ ചെയ്യൽ തെറ്റാണോ ബിദ്അത്താണോ വെച്ചാൽ അല്ല. കാസർഗോഡ് സംസ്ഥാനത്ത് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കുറവാണോ, അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ഗ്രാഹ്യത കുറവാണോ എന്ന് അറിയില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് അനാചാരമാണ് എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചത്. അത് സൂക്ഷ്മത കുറവ് തന്നെയാണ്. ആ പദപ്രയോഗം ഒഴിവാക്കേണ്ടതാണ്, അങ്ങനെ പറയാവതല്ല. നിർബന്ധങ്ങൾക്ക് മുമ്പ്